ഹലോ ഗീസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് ഗീസ് നമ്മളെ ചാനൽ വന്നിട്ടുള്ളത് ഒരു കെട്ടിലനാളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയോട് നോക്കാൻ പോകുന്നത് ന്യൂബ് ടു പ്രോ ലെവലായ കുറച്ച് കാര്യങ്ങളാട്ടോ. അപ്പോൾ നിങ്ങളൊരു ന്യൂബ് പ്ലെയർ ആണ്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രോ പ്ലെയർ ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ഗെയിം പ്ലേ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രോ പ്ലേയേഴ്സ് മാത്രം യൂസ് ചെയ്യുന്ന ടോപ്പ് 5 ടിപ്സുകളാണ് ഇന്ന് ഗീസ് നമ്മുടെ വീഡിയോയോട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനോട് ആൾന്നില്ല ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഓരോ ലൈക്ക് കൂടും ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ ഫസ്റ്റ് ടിപ്സിലേക്ക് നമ്മൾ ആദ്യം തന്നെ പോകാൻ പോകുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാൻഡിങ് ആണ്. അപ്പൊ ലാൻഡ് ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ ഗണ്ണിന്റെ മുകളിലേക്കായിട്ട് ലാൻഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ അതിന് വരായിട്ട് മെഡിക്കറ്റിന്റെ മുകളിലേക്കോ ബാഗിന്റെ മുകളിലേക്കോ നമ്മൾ ലാൻഡ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഫസ്റ്റ് തന്നെ അപ്പൊ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഗണ്ണാണ്. അപ്പൊ നമുക്ക് ഗ്രൗണ്ട് ആയുള്ള സ്പേസ് അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് ഗണ്ണ് കിട്ടാൻ മാക്സിമം ചാൻസ് ഇല്ല. അപ്പൊ ആ ഏരിയ നോക്കുകയാണെങ്കിൽ നമ്മൾ ലാൻഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഗണ്ണ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് കില്ലൊക്കെ അടിക്കാൻ പറ്റും. അപ്പൊ എനിമീസ് കുറെ അധികം ആൾക്കാർ ഇറങ്ങാൻ നമുക്ക് അറ്റാക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാ ഗണ്ണും യൂസ് ചെയ്യാൻ പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ ഗണ്ണ് മാത്രമാണ് സെറ്റ് ആവുക. ഓക്കെ, അപ്പൊ കുറെ ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും, എനിക്ക് ബ്രോ ഈ ഗണ്ണുകൊണ്ട് മാത്രമാണ് പ്ലേ ചെയ്യാൻ പറ്റാന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാ ഗണ്ണൊന്നും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ക്ലാസിക് മാച്ചൊക്കെ ഒന്ന് പ്ലേ ചെയ്തുകൊണ്ട് എല്ലാ ഗണ്ണും ഒന്ന് കളിച്ചു നോക്കുക. അപ്പൊ അങ്ങനെ എല്ലാ ഗണ്ണും കളിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഗണ്ണോ നമ്മളെ ലാൻഡ് ചെയ്തിട്ട് നമുക്ക് ഏത് ഗണ്ണാണ് കിട്ടാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ആ ഗണ്ണ് വെച്ചുകൊണ്ട് നമുക്ക് നല്ല കില്ലും കാലം കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ ഫസ്റ്റ് ടിപ്സ് കേട്ടോ. അപ്പോൾ പ്രോ പ്ലേയേഴ്സ് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ടിപ്സ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ടിപ്സ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടിപ്സ് നമ്പർ 2 ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടിപ്സ് നമ്പർ 2 എന്തെന്ന് വെച്ചാൽ നമ്മൾ വെൻഡിങ് മെഷീനിൽ നമ്മളിങ്ങനെ പ്രതിമ പോലെ നിന്നുകൊണ്ട് ലൂട്ട് അടിക്കുന്ന കുറെ അധികം പ്ലേയേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യല്ലേ. അപ്പോൾ എന്തായാലും മെയിൻ ആവശ്യം എന്ന് വെച്ചാൽ എനിമാരിൽ കയറി വരാണെങ്കിൽ നമ്മുടെ ഇൻഡ്യൂ മാർക്ക് അപ്പോൾ തെറ്റിന്റെ ഐക്കൺ നെക്കിങ് കൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യുമ്പോഴത്തേന് എനിമ നമ്മൾ തീർക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയ കാരണം വെച്ചാൽ നമ്മൾ ഇതുപോലെ പ്രതിമ പോലെ നിൽക്കുന്ന സമയത്ത് സ്കോപ്പ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളെ കാർത്ത് തീരുമാനമാക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എവിടുന്ന് നമ്മൾ എനിമി അടിക്കാന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയം നോക്കിക്കൊണ്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന കുറേ അധികം എനിമീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോ പ്ലേയേഴ്സ് ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യില്ല. അപ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ലൂട്ട് അടിക്കുന്ന മെത്തേഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ ഏരിയയിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. യാതൊരു ഇഷ്യൂ വരില്ല. പെട്ടെന്ന് എനിമി എന്തെങ്കിലും കയറി വരികയാണെങ്കിൽ നമ്മൾ കുറച്ച് മുന്നിലേക്ക് പോയാൽ നമുക്കിത് ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ തന്നെ നമുക്ക് അറ്റാക്കിന് ഇറങ്ങാനും പറ്റും. വേറെ ലെവലായ ഒരു കാര്യമാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടിപ്സ് നമ്പർ 3 ആട്ടോ. അപ്പൊ നമ്മുടെ ടിപ്സ് നമ്പർ 3 എന്ന് വെച്ചാൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയ ഒരു ടിപ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലൂ വാൾ ഇട്ടുകൊണ്ട് നമ്മൾ ഒരു എനിമീനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ലെഫ്റ്റ് സൈഡിലൂടെ അപ്പൊ നമ്മൾ ഇടത് സൈഡിലൂടെ ഒരിക്കലും നിങ്ങൾ എനിമിനെ ഷൂട്ട് ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മൾ ഇടത് സൈഡിലൂടെ നമ്മൾ എനിമിനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ഫുള്ള് പുറത്തായിട്ടാണ് കാണാൻ പറ്റുക. അപ്പൊ ഗ്ലൂ വാളിന് പുറത്ത് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് എനിമിനെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മൾ ഫുള്ളായിട്ട് പുറത്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ എനിമിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിമിക്ക് നമ്മളെ സിമ്പിളായിട്ട് അടിച്ചിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും വൺ ടാപ്പൊക്കെ അടിക്കുന്ന പ്ലേയേഴ്സ് ആണ്, ഒരു ടൈമും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ റൈറ്റ് സൈഡ് അപ്പോൾ നമ്മളുള്ള ഗ്ലൂ വാളിൻ്റെ സേഫ് സൈഡാണ് നമ്മൾ റൈറ്റ് സൈഡിലൂടെ നമ്മൾ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ അതിലൂടെ നമ്മൾ അറ്റാക്ക് ചെയ്യുക. അപ്പം ജസ്റ്റ് നിങ്ങൾ വീഡിയോ തന്നെ കാണുമ്പോൾ നമ്മൾ അതിലൂടെ നമ്മൾ എയിം നോക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എയിം മാത്രമേ നമുക്ക് പുറത്തേക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് തന്നെ നമുക്ക് ബോഡി മാക്സിമം കവർ എടുക്കാൻ പറ്റും. അപ്പം നല്ല സേഫസ്റ്റ് ആയ ഒരു സൈഡ് തന്നെ നമ്മൾ റൈറ്റ് സൈഡ്. അപ്പം നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ലെഫ്റ്റ് സൈഡിലൂടെ അറ്റാക്ക് ചെയ്യാതിരിക്കുക. അപ്പം നിങ്ങൾ റൈറ്റ് സൈഡിലൂടെ തന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം എന്തായാലും ഇങ്ങനെ പറയുന്ന ടൈമിൽ ഞാൻ ബ്രോ റൈറ്റ് സൈഡിലൂടെ തന്നെ അറ്റാക്ക് ചെയ്യൽ കുറേ ആൾക്കാർ പറയാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്തായാലും സംഭവിച്ചിട്ടുള്ള ഒരു കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു പ്രോ പ്ലെയർ ആയിട്ടുണ്ട്. അതിൻ്റെ വലിയൊരു സൂചന കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് പ്രോ പ്ലെയർ ആയ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ടിപ്സ് നമ്പർ 4 ആട്ടോ. അപ്പോൾ ടിപ്സ് നമ്പർ 4 എന്ന് വെച്ചാൽ സിമ്പിളായ ടിപ്സ് ആയിട്ടൊക്കെ കുറേ ആൾക്കാർ വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പ്രോ പ്ലെയർ ആണ് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ടിപ്സ് ആയിട്ട് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ നമ്മുടെ മിലി വെപ്പൻ്റെ സെക്ഷനിൽ ഒരിക്കലും നിങ്ങൾ സ്റ്റിക്ക് സ്കിൻ എടുക്കാതിരിക്കുക. അപ്പോൾ സ്റ്റിക്ക് സ്കിൻ എടുക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ഫാസ്റ്റ് കിട്ടും, അല്ലാതെ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ തന്നെ പരാങ് സ്കിന്നോ പരാങ്ങോ അല്ലെങ്കിൽ പാനൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ കറ്റാൻ യൂസ് ചെയ്താലും ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ പുറകിൽ നിന്ന് ആരെങ്കിലും നമ്മളെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഉള്ളറ്റി നമ്മൾ പാനിലും നമ്മളെ പരാങ്ങിലും ഒക്കെ തട്ടി
ആരെങ്കിലും കൂടി മിസ്സായിട്ട് പോവും മാക്സിമം. അപ്പോൾ നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ റിസ്ക് ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ റാങ്ക് മാച്ചിലൊന്നും ട്രൈ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം നമുക്കിത് വർക്കാവില്ല. അപ്പോൾ ഇപ്പോഴും വർക്കാനുള്ള സംഭവമാണ്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കിട്ടിയില്ല നല്ല ടിപ്സാണ്. അപ്പോൾ നമുക്ക് നേരെ ഗീസ് നമ്മുടെ ടിപ്സ് നമ്പർ 5 പോവാട്ടോ. അപ്പോൾ നമ്മുടെ ടിപ്സ് നമ്പർ 5 നമുക്ക് നോക്കുകയാണെങ്കിൽ ഗൺ സ്ലോട്ടിന്റെ ടിപ്സ് ആട്ടോ. അപ്പോൾ ഇത് ആർക്കെങ്കിലും അറിയെങ്കിൽ പോലും, ഇപ്പോൾ അറിയൽ വളരെ കുറച്ച് പ്ലേയേഴ്സിന് മാത്രമേ ഈ ടിപ്സ് അറിയാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത് ആരെങ്കിലും അറിയെങ്കിൽ പോലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ടിപ്സ് ആട്ടോ. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് സ്ലോട്ടിൽ ഒരിക്കലും നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ സ്കാറോ അപ്പോൾ എന്തായാലും AR ഗണ്ണ്, അപ്പോൾ നമ്മൾ ലോങ് റേഞ്ച് ഗണ്ണ് നിങ്ങൾ വെക്കാതിരിക്കുക. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്ത പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സ്ലോട്ടിൽ നിങ്ങൾ ഷോർട്ട് ഗണ്ണ്, അപ്പോൾ നമ്മൾ ഷോർട്ട് റേഞ്ച് ഫൈറ്റിനായിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ ഷോർട്ട് ഗണ്ണ് വെക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും സിമ്പിളായ കാര്യമാണ്. ഇപ്പോൾ ലോങ് റേഞ്ച് നേരെ സെക്കൻഡ് സ്ലോട്ടിൽ വെക്കുക, നമ്മൾ ഷോർട്ട് റേഞ്ച് നേരെ ഫസ്റ്റ് സ്ലോട്ടിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വെക്കുക. അപ്പോൾ എക്സാമ്പിളായിട്ട് ഇതുപോലെ വെക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കൊണ്ട് എന്താണ് ബ്രോ ഇത്ര അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം നമ്മൾ ഡെഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം അത് മിഡ് റേഞ്ച് ആയിരിക്കും, മിഡ് റേഞ്ച് ഫൈറ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് മിഡ് റേഞ്ച് ഗണ്ണിനാണ് കൂടുതലായിട്ട് നമുക്ക് പവർ വേണ്ടത്. ഇപ്പോൾ മിഡ് റേഞ്ച് ഗണ്ണിന് പവർ ഇല്ല എങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഷോർട്ട് റേഞ്ച് ഫൈറ്റിലൊക്കെ നമ്മൾ ആകെ തീരുമാനമാവും. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്ലോട്ട് ഗണ്ണിലാക്കാരെ ഫസ്റ്റിൽ തന്നെ നമുക്ക് അറ്റാച്ച്മെന്റ്, അപ്പോൾ നമ്മൾ ലൂട്ട് അടിക്കുന്ന സമയത്ത് നമ്മൾ കളക്ട് ആവുന്ന എല്ലാ അറ്റാച്ച്മെന്റും നമ്മുടെ ഫസ്റ്റ് ഗണ്ണിലാക്കാരെ അത് ആഡ് ആവുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഞാൻ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മളെ UMPയിൽ ഇപ്പോൾ കുറേ അധികം അറ്റാച്ച്മെന്റ്, അപ്പോൾ 2 അറ്റാച്ച്മെന്റ്, അപ്പോൾ നമ്മൾ 4 ഗ്രിപ്പും മൗത്തിന് നമ്മുടെ മാഗസിനൊക്കെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ സ്കാർ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് അതിൽ മസിൽ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ UMPക്ക് മസിൽ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ മസിൽ നമുക്ക് എന്തായാലും നമ്മുടെ സ്കാറിൽ പോകാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നമുക്ക് മെയിൻ ആയിട്ട് വരാൻ പോകും നമുക്ക് ഷോർട്ട് റേഞ്ച് ഫയലിൽ നമുക്ക് കൂടുതലായിട്ടുള്ള പ്ലസ് പോയിന്റ് സംഭവിക്കും. അപ്പോൾ നമ്മൾ ഷോർട്ട് റേഞ്ച് ഗണ്ണിൽ കൂടുതൽ പ്ലസ് പോയിന്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതുവരെ നമുക്ക് നല്ല രീതിക്ക് എനിക്ക് ഡാമേജ് കൊടുക്കാൻ പറ്റും. തുടക്കത്തിൽ തന്നെ നമുക്ക് നല്ല ഡാമേജ് കൊടുക്കാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ലാസ്റ്റ് ഒരു ഗ്ലൂ വാൾ ആവുന്ന സമയത്ത് നമ്മൾ ഗ്ലൂ വാൾ ഇടുന്ന സ്പോട്ടിൽ തന്നെ നമ്മളെ ഗണ്ണ്, നമ്മളെ ഫസ്റ്റ് സ്ലോട്ടിൽ വെച്ചുള്ള ഗണ്ണ് നമ്മുടെ കയ്യിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സ്വിച്ച് ആവട്ടോ. അപ്പൊ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണാവും ഞാനിപ്പോൾ ഗ്ലൂ വാൾ ഇട്ടു, അപ്പം എൻ്റെ കയ്യിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഫസ്റ്റ് സ്ലോട്ടിലെ ഗണ്ണ് സ്വിച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയ കാര്യം. അപ്പോൾ ഇത് ഞാൻ സ്വിച്ച് ചെയ്താൽ കുറേ ആൾക്കാർ വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉഡ്പേക്കർ ഞാൻ ഫസ്റ്റ് സ്ലോട്ടിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ 2 ഗ്ലൂ വാൾ ഉണ്ട്. അപ്പോൾ ഒറ്റ ഗ്ലൂ വാൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആവട്ടെ. അപ്പോൾ ഫസ്റ്റ് ഗ്ലൂ വാൾ ഞാൻ വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഗ്ലൂ വാളിൽ നമ്മൾ ലാസ്റ്റ് ഗ്ലൂ വാൾ ഞാൻ ഇവിടെ ഇട്ട സ്പോട്ടിൽ തന്നെ ഗണ്ണ് എൻ്റെ കയ്യിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടോ? അപ്പോൾ ഡോട്ടിൻ്റെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ യാതൊരു ഡോട്ടും നിങ്ങൾ വിചാരിക്കണ്ട. അപ്പോൾ ഞാനിങ്ങനെ ഫേക്ക് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ പ്രോ ടിപ്സുകൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടിപ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കിയുള്ള ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ലൈക്ക് പോലും ചെയ്യാതെ മാക്സിമം ആൾക്കാർ പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ലൈക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു ലൈക്കും നിങ്ങൾ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് കിട്ടിയില്ല വീഡിയോയിലൂടെ കാണാം. ബൈ.